പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്നു സംഭവിച്ചിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചന്തു. ഇതേ തുടർന്നാണ് ദേവബാല തൻ്റെ കയ്യിലുള്ള ഫോണും മറ്റു തെളിവുകളും കാണിച്ചുകൊണ്ട് ചന്തുവിനെ പ്രവോക്ക് ചെയ്യുന്നത്. എടാ, ഈ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അഭിയെന്നും എൻ്റെ അടിമയായി ഇവിടെ തന്നെ കിടക്കും. ഇത് കേട്ടതിനെ തുടർന്ന് ചന്തുവിന് വാശി കയറുകയും ചന്തു ഉടൻ തന്നെ ടെറസിലേക്ക് വലിഞ്ഞു കയറി കതക് ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറി ദേവബാലയുടെ മുഖത്തൊന്നു കൊടുത്തിരിക്കുകയാണ്. ഞാൻ രക്ഷിക്കൂടി അവളെ, അത് എൻ്റെ ചുമതലയാ, ഞാനുണ്ട് അവന്, നിനക്ക് അവനെ തൊടാൻ പോലും പറ്റുകയില്ല, ഈ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണെന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്നു. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ദേവബാല ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടതല്ല. മാത്രവുമല്ല, ദേവരാജനും ആകെ പകച്ച് നോക്കി നിൽക്കുകയാണ്. ഇതോടെ കതക് തള്ളി തുറന്ന് അബിയുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ദേവബാല മുന്നിൽ തടസ്സമായി നിൽക്കുന്നു. മാറി നിക്കടി എന്ന് പറഞ്ഞ് വലിച്ച് അവളെ ഒരു ഏറാണ് ചന്തു. ഇത് കണ്ട് ദേവരാജനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് ഈ സംഭവിച്ചത് എന്ന ചോദ്യം മാത്രം മുമ്പിൽ ബാക്കിയാകുന്നു. പക്ഷേ ചന്തുവാകട്ടെ അബിയുടെ റൂമിലേക്ക് കയറിയതിനെ തുടർന്ന് അബി, ചന്തുവേട്ടാ, എന്നെ കൊല്ലുന്നതല്ലേ ഇതിലും ഭേദം, ഇങ്ങനെയൊരു നരക ജീവിതം അതെനിക്ക് വേണ്ട, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേ. എടാ അബി, നീ പേടിക്കാതടാ, നിന്നെ ഇവർ ഒന്നും ചെയ്യില്ല. നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണ് എങ്കിൽ നിന്നെ രക്ഷിക്കുന്നതിനും കൂടെ ഞാൻ ഉണ്ടാകും. മനസ്സിലായോ നിനക്ക്? ഇത് ചന്തു നൽകുന്ന വാക്കാ, SI ചന്തു. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും പേടിക്കണ്ടടാ എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുകയാണ് അഭിഷേകിന്. ഇതോടെ അഭിഷേകിന് സന്തോഷമാകുന്നു. ഇതേ തുടർന്ന് ഇവനെ കൊണ്ടുപോകുന്നതിന് ഞാൻ വരും. അതിനു മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഇവനെ കാണിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അച്ഛനും മോളും വിവരമറിയും. ഇത് ചന്തുവല്ല, SI ചന്ദ്രബാബു പറയുന്ന കാര്യമാ. അനുസരിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാമടി. ഇത് കേട്ട് ആകെ പകച്ചു പോവുകയാണ് ദേവബാല. പക്ഷേ കൊല്ലുന്നതിനായി ഇതോടെ കത്തിയെടുത്ത് ദേവബാല കടന്നു വരുന്നുവെങ്കിലും ദേവബാലയുടെ കയ്യിൽ നിന്ന് കത്തി തട്ടി വാങ്ങുന്ന ചന്ദ്രബാബു, ഇനിയും നിന്റെ പ്രാന്ത് അനുവദിക്കില്ലടി എന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.